പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഏറെക്കുറെ ഒരുപാട് അത് ആ മേഖലയിൽ ഉള്ള ഒരു പരിചയം എനിക്കുണ്ട് എന്നുള്ളത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ ഏത് സെമിനാറിനും എല്ലാവരും ചോദിക്കും, നിങ്ങളിപ്പോൾ ഓർഗാനിക് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു, ജൈവ ഇതുണ്ടാക്കാൻ പറഞ്ഞു, അല്ലാത്തത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു, അല്ലാത്തത് കെമിക്കൽ ഫാമിംഗ് ചെയ്യാൻ പറഞ്ഞു, അപ്പം ഞങ്ങൾ എന്താ ചെയ്യുന്നത്? അങ്ങനൊരു ചോദ്യം ഉണ്ടാവാനേ പാടില്ല. നമ്മൾ പല രീതിയിൽ പല ഓപ്ഷൻസ് നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഈ കാലത്ത് കാലാവസ്ഥ മാറുന്നു, ബാക്കി നമ്മുടെ രീതികൾ മാറുന്നു, നമ്മളുടെ ആവശ്യങ്ങൾ മാറുന്നു, നമ്മളുടെ ലേബർ ഫോഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അതിനൊക്കെ വ്യത്യാസം വരുന്നു. കേരളം ഒരു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ പക്ഷേ സുഗന്ധ വ്യഞ്ജനങ്ങൾ, അത് കുരുമുളകല്ല, ഏലമായാലും ഇഞ്ചിയായാലും മഞ്ഞളായാലും കറുവപ്പട്ട ആയാലും ഒക്കെ കേരളത്തെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറൊരു സംസ്ഥാനം ഇന്ത്യ കഴിഞ്ഞിട്ടുള്ളൂ വേറൊരു രാജ്യം ലോകത്തിൽ. അത് നമുക്കറിയാം. പക്ഷെ അതൊക്കെ നമ്മൾ പറയുമെങ്കിലും സുഗന്ധ വിളകളുടെ അല്ലെങ്കിൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വളരെ കുറച്ചാണ് നമ്മുടെ സർക്കാരുകളായാലും അല്ലെങ്കിൽ നമ്മുടെ കാർഷിക പദ്ധതികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കുരുമുളക് പ്രൊമോഷനോ അല്ലെങ്കിൽ എന്താണ് ഇഞ്ചി പ്രൊമോഷനോ, അതിന് ഏറ്റവും കേരളം ഒരു ഹബ്ബാണ് സ്പൈസസിൻ്റെ ഇതൊക്കെ എല്ലാവരും പറയുമെങ്കിലും നോക്കുമ്പോൾ പച്ചക്കറിക്കോ പഴങ്ങൾക്കോ നെല്ലിനോ ഒക്കെ കിട്ടുന്ന ഒരു സപ്പോർട്ട് സുഗന്ധവിളകൾക്ക് കുറവാണ് കേരളത്തിൽ. പക്ഷെ അതിൽ ഒരു കാരണമുണ്ട്, എല്ലാവരും ന്യായീകരിക്കാൻ. കാരണം ഇത് ഭക്ഷ്യവിളകളല്ല, നമ്മൾക്ക് ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറ്റാൻ ഉതകുന്ന വിളകളല്ല. പക്ഷെ ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞു വരുന്നത് കേരളത്തിലേക്ക് യോജിച്ച, അല്ലെങ്കിൽ കേരളത്തിലേക്ക് പണ്ടും കച്ചവടക്കാർ വന്നിരുന്നത് നമ്മുടെ സുഗന്ധവിളകൾ തേടിയാണ്. ഇപ്പോഴും അത് തന്നെയാണ്. ലോകത്ത് ഇപ്പോൾ ഒരുപാട് മഹാമാരികൾ വരുന്നുണ്ട്. അതിനൊക്കെ ഉത്തരം കിട്ടാതെ, അല്ലെങ്കിൽ അതിനെ യഥാർത്ഥത്തിലുള്ള പ്രതിവിധികളൊക്കെ ഇല്ലാതെ ഒക്കെ അവസാനം എല്ലാവരും ചെന്നെത്തിയിരിക്കുന്നതും ഇപ്പോൾ സുഗന്ധവിളകളിലാണ്. കുരുമുളകായാലും ഏലമായാലും നമ്മുടെ ഇഞ്ചി മഞ്ഞൾ ഇതിലൊക്കെ തന്നെയാണ് ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റി എൻഹാൻസിങ് ഒരുപാട് മോളിക്യൂൾസ് ഈ സുഗന്ധവിളകളിൽ നിന്നൊക്കെ വ്യഞ്ജനങ്ങളിൽ നിന്നൊക്കെ വേർതിരിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ ഈ ഓർഗാനിക് ആയിട്ട് അല്ലെങ്കിൽ ജൈവ രീതിയിൽ വളർത്തിയെടുത്ത വിളകൾക്ക് കൂടുതലൊരു പ്രാധാന്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന രീതികൾ അത്രയും മാത്രം ഞാൻ ചില കാര്യങ്ങൾ കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെ മുമ്പ് തന്നെ അത്തരം രീതികളിലേക്ക് പോയ ചില കേസ് സ്റ്റഡീസ് ഞാൻ കാണിക്കാം ഇവിടെ. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അതിലും കൂടുതൽ ചെയ്യുന്നവരായിരിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂരിൽ നിന്നും മാത്രമല്ല, വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെയുള്ള കുരുമുളക് കർഷകർ ഇവിടെ ഉണ്ടെന്നാണ്. ഒരുപക്ഷെ ഇതിലും കൂടുതൽ നിങ്ങൾക്ക് അറിയുമായിരിക്കാം. എങ്കിലും നമ്മൾ ഇത്തരം ഒരു വിളയെ കുറിച്ച് ഒരു 2 ദിവസം ഒരു സെമിനാർ ഇവിടെ നടക്കുമ്പോൾ ചില മാറിയ ചിന്തകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആ മേഖലയിലാണ് നിങ്ങൾ ജോലി ചെയ്തെങ്കിൽ, നിങ്ങളുടെ കൃഷി രീതികൾ അങ്ങനെയാണെങ്കിൽ അതിനുള്ള സാധ്യതകളെ കുറിച്ച് പറയാൻ മാത്രമായിട്ട് ഇതെടുക്കുക. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഞങ്ങൾ ഏതാണ് ചെയ്യേണ്ടത് അങ്ങനൊരു ചോദ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഫാമർ തന്നെയാണ്. നമ്മൾ ഫാമർ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, കൃഷിക്കാരൻ തന്നെയാണ് അവര് എന്ത് ചെയ്യണമെന്ന് അൾട്ടിമേറ്റ്ലി ആത്യന്തികമായിട്ട് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ജൈവ പോളിസി 2009 ജനുവരി 26 നിലവിൽ വന്നതാണ്. പക്ഷേ അതനുസരിച്ച് ഉള്ള കാര്യങ്ങളൊന്നും അത് വന്നെങ്കിലും നമുക്ക് മുന്നോട്ട് പോയിട്ടില്ല. നമുക്ക് അതിനു മുമ്പ് തന്നെ ഒരു നാഷണൽ ലെവലിൽ നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. അതിൻ്റെ കീഴിൽ ഒരു സെന്റർ ഉണ്ട്. ഇതിനൊരു റിജിയണൽ സെന്റർ ബാംഗ്ലൂരിലുണ്ട്. ഇത്തരത്തില് എല്ലാം സെറ്റാണ്. ഓർഗാനിക് ഫാമിംഗ് 2009 തൊട്ട് എല്ലാം സെറ്റാണ്. കേരളത്തിലും പിന്നീട് ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാലയും ഒരു ഓർഗാനിക് ഫാമിംഗ് നയം പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതനുസരിച്ച് പദ്ധതികൾ രൂപീകരിക്കുന്നതിലോ അത് നടപ്പിലാക്കുന്നതിലോ താല്പര്യമുള്ളതിൽ കുറച്ച് മറ്റ് മേഖലകളെ വിട്ട് കുറച്ച് പുറകിലാണെന്ന് വേണം പറയാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓർഗാനിക് ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊരു കേസ് സ്റ്റഡീസ് എവിടെയൊക്കെയാണ് നമ്മൾ വളരെ വ്യാപകമായിട്ട് ഇത് ചെയ്യുന്നതെന്ന് മാത്രം പറയാം. അപ്പോൾ
സർട്ടിഫൈഡ് ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ജൈവ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജൈവ മാർഗങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാം. അതിന് സർട്ടിഫിക്കേഷൻ വേണമെന്നില്ല എല്ലാവർക്കും. പക്ഷെ നമ്മൾ എക്സ്പോർട്ടിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കയറ്റുമതിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് ഒരു പ്രീമിയം പ്രൈസ്, കൂടുതൽ ഒരു വില കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ, അത് നിങ്ങൾ ജൈവ രീതിയിലാണ് ഉൽപ്പാദിപ്പിച്ചതെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ലേബല് അതിൻ്റെ രേഖകളിൽ കാണേണ്ടി വരും. അത് ഏറ്റവും കൂടുതൽ ഉള്ളത് വയനാടാണ്. നമുക്ക് കുരുമുളകിൻ്റെ കാര്യത്തിലുള്ളത്. അത് കഴിഞ്ഞ് ഇടുക്കിയിലാണ്. അപ്പൊ നിങ്ങൾക്കറിയാലോ, ഒരു കാലത്ത് വയനാട്ടിലെയും ഇടുക്കിയിലെയും കുരുമുളക് തോട്ടങ്ങൾ ദ്രുതവാട്ടം വന്ന് പാടെ നശിച്ചുപോയി. അതിനുശേഷം രണ്ടാമത് ഉണ്ടാക്കുന്ന തോട്ടങ്ങൾ ഇടുക്കിയിൽ ഏകദേശം മുഴുവനായിട്ട് തന്നെ, വയനാട് അത്രയ്ക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു 90% എല്ലാവരും അധികം കീടനാശിനികളും രാസവളങ്ങളും ഇടാതെയാണ് വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടുക്കിയിലെ തോട്ടങ്ങൾ ഒരു ബൈ ഡിഫോൾട്ട് എല്ലാം തന്നെ ഒരു ജൈവ ഫാമുകളായിട്ടാണ് ഇടുക്കിയിലെ തോട്ടങ്ങൾ വളർന്നു വന്നത്. അങ്ങനെയാണ് അത് പിടിച്ചു കയറി വന്നത്. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ നല്ല തോട്ടങ്ങൾ ഉണ്ട് സർട്ടിഫിക്കേഷനിൽ നിന്ന്. ഇപ്പോൾ പീരുമേട് ഡെവലപ്മെന്റ് ഏജൻസി എന്ന് പറഞ്ഞിട്ട് പീരുമേടുള്ള ഒരു NGO ആണ്. അവരാണ് ഇടുക്കിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓർഗാനിക് ജൈവ കുരുമുളകിന്റെ പലതരം ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നത്. ഒരു കൃഷിക്കാരന് താനുണ്ടാക്കുന്ന ജൈവ രീതിയിലുള്ള പ്രോഡക്ട്സ് വിറ്റഴിക്കാനായിട്ട്, പ്രത്യേകിച്ച് കയറ്റുമതിക്ക് വേണ്ടിയിട്ട് വിൽക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ സപ്പോർട്ട് മെക്കാനിസംസ് കുറവാണ് നമുക്ക് ഒരു സർക്കാർ തലത്തിലോ, അല്ലെങ്കിൽ അതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ചില സംഘടനകൾ വയനാടുമുണ്ട്, വയനാട് സർവീസ് സൊസൈറ്റി ഉണ്ട്, അപ്പോൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അതുണ്ട്, അതുപോലെ പല സ്ഥലത്തും ഉണ്ട്. പക്ഷെ കുരുമുളകിന്റെ കാര്യം പറയുമ്പോൾ ഇടുക്കിയും വയനാടുമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ അവരുടെ കീഴില് ഈ ഫാമേഴ്സ് ഉണ്ട്, കൃഷിക്കാരുണ്ട്. അവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കൃഷിക്കാര്, അവർ എത്ര കുറവാണെങ്കിലും ഇടുക്കിയിൽ നിങ്ങൾക്ക് 10 സെന്റ് ഉള്ളുവെങ്കിലും അല്ല 10 ഏക്കർ ഉള്ളുവെങ്കിലും അതിൽ ജൈവ രീതിയിൽ വളർത്തിയെടുക്കുന്ന ഏത് സുഗന്ധവിളയും അവരെടുക്കുകയാണ്. അവരെടുത്ത് അതിനെ പൂൾ ചെയ്തിട്ടാണ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിന് ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് ഏത് സർട്ടിഫിക്കേഷൻ ആണോ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ അത് പ്രകാരമാണോ നമ്മൾ കയറ്റുമതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വിറ്റഴിക്കുന്നത്, അതനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റും. അപ്പൊ അത് ഇത്തരം ഏജൻസികൾ തങ്ങളുടെ കീഴിലുള്ള കൃഷിക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവരതനുസരിച്ച് കൃഷി ചെയ്യുന്നു. ഓരോരുത്തരുടെ തോട്ടത്തിൽ പോയി അത്, കാരണം എല്ലാവർക്കും ഇപ്പോൾ ഇടുക്കി പോലെയുള്ള സ്ഥലത്തൊക്കെ ഇത് എല്ലാവർക്കും യാത്ര ചെയ്ത് ഫാക്ടറിയിൽ എത്തിക്കാനൊന്നും ബുദ്ധിമുട്ടാണ്. ഓരോരുത്തരും ഈ ഏജൻസി തന്നെ അവരുടെ സ്ഥലത്ത് പോയി ശേഖരിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് എത്ര കുറച്ച് ഉൽപ്പാദിപ്പിച്ചാലും അവർക്ക് അതിനുള്ള ഒരു പ്രീമിയം പ്രൈസ് കിട്ടുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു സംവിധാനങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ചെറുകിട അല്ലെങ്കിൽ നാമമാത്ര കർഷകരൊക്കെ ഈ ഓർഗാനിക് രീതിയിൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ കൃഷി ചെയ്ത് അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട്, അവർക്ക് ലാഭകരമായിട്ട് വിറ്റഴിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അല്ലാതെ ഒറ്റപ്പെട്ട പിന്നെയുണ്ട് രണ്ടാമതൊരു സെറ്റ് ആൾക്കാരെന്ന് പറഞ്ഞാൽ വലിയ വൻകിട കൃഷിക്കാരാണ്. അവർക്ക് നേരിട്ട് കയറ്റുമതി ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ മൂല്യവർധന നടത്തി പലതരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കയറ്റുമതി ചെയ്യാനുള്ള സംവിധാനങ്ങളുള്ള വൻകിടക്കാരുണ്ട്, വൻകിട കൃഷിക്കാരുണ്ട്, വൻകിട കമ്പനികളുമുണ്ട്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്പൈസിന്റെ ഓയിലും ഒലിയോറസിനൊക്കെ എടുക്കുന്ന ഒരുപാട് കമ്പനികൾ ഉണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തില് കൊച്ചി കേന്ദ്രീകൃതമായിട്ട് ഒരുപാട് കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും നേരിട്ടുള്ള അധികം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഓയിലും അതിന്റെ സത്തും അതിന്റെ തൈലവും ഒക്കെ എടുത്ത് പോകുന്നുണ്ട്. അപ്പൊ ഇത്തരം കമ്പനികളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്, അവർക്ക് കോൺട്രാക്ട് ഫാമിംഗ് ഉണ്ട്, കോൺട്രാക്ട് ഫാമേഴ്സ് ഉണ്ട്, റെഗുലർ ആയിട്ട് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതിലെല്ലാം അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഓർഗാനിക് ഫാമുകൾ, അല്ലെങ്കിൽ ജൈവ രീതിയിൽ ഉത്പാദിപ്പിച്ചെടുത്ത സുഗന്ധ വ്യഞ്ജനങ്ങൾ. ഞാൻ കുരുമുളക് മാത്രമല്ല പറയുന്നത്, എല്ലാ സുഗന്ധ വ്യഞ്ജനങ്ങളും ഇതുപോലെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചില മേഖലകളിലായിട്ട് ഇത് ചുരുങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഒരിക്കലും എന്തുകൊണ്ടോ കേരളത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം, അതിപ്പോ പച്ചക്കറി ആയാലും പഴങ്ങളായാലും
സുഗന്ധവ്യഞ്ജനങ്ങൾ അങ്ങനെ പറഞ്ഞാൽ വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. അത് നമുക്ക് അത്ര പ്രശ്നമില്ല. വിഷരഹിതമായിട്ട് ഉണ്ടാക്കി കഴിക്കാമെന്നുള്ള ഒരു ആ ഒരു ധാരണ വന്നിട്ടില്ലാത്ത പോലെ തോന്നാറുണ്ട് എനിക്ക്. പക്ഷെ ഇത് സ്പൈസസ് പറഞ്ഞാൽ നമ്മൾ കുരുമുളകായാലും ബാക്കി എന്ത് സുഗന്ധവ്യഞ്ജനമായാലും അത് നമ്മുടെ ആഹാരത്തിലും ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്പോർട്ടിനുമുണ്ട്. അപ്പൊ നമുക്ക് മറ്റ് വിളകളെ അപേക്ഷിച്ച് ഈ കുരുമുളകിന്റെ കാര്യം കൃഷി എടുക്കുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് കാണാം. നമുക്ക് കയറ്റുമതി ചെയ്യാം, നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ആഭ്യന്തര ഉപയോഗത്തിന് നമ്മുടെ വീട്ടിലാവാം, നമ്മുടെ അടുത്തുള്ള മാർക്കറ്റിൽ കൊടുക്കാനാവാം, അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടുകാർക്ക് കൈമാറ്റം ചെയ്യാനാവാം. അപ്പൊ രണ്ട് തരത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം നമ്മൾ ആലോചിക്കേണ്ടി വരും. അതിപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്. അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, ഇത് പെരിയാർ ടൈഗർ റിസർവ് തേക്കടി കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. തേക്കടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോക പ്രശസ്തമായിട്ടുള്ള കടുവ സംരക്ഷണ കേന്ദ്രമാണ്. അവിടെ കൺസർവേഷൻ, ഈ ടൈഗർ കൺസർവേഷൻ അല്ലെങ്കിൽ അത് മാത്രമല്ല, അതിന്റെ ചുറ്റുമായിട്ട് ഒരുപാട് ആദിവാസി സമൂഹങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഈ PTR കടുവ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അതിനകത്തുള്ള കടുവ സങ്കേതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് അതിൽ ആരും താമസിക്കാൻ പാടില്ല എന്നാണ് അതിന്റെ കോർ ഏരിയ. അപ്പൊ അങ്ങനെയുള്ള ഈ ആദിവാസി സമൂഹങ്ങളൊക്കെ അവർ കുറച്ച് സൈഡിലേക്ക് കോർ ഏരിയ വിട്ടിട്ട്, പക്ഷെ അവർക്കൊരു ഉപജീവന മാർഗം വേണം. അങ്ങനെ ഇതിൽ ഈ വഞ്ചി വയൽ എന്ന് പറയുന്ന സ്ഥലത്ത്, വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലമാണത് പ്രോപ്പറായിട്ട് പറയാം. വള്ളക്കടവ് എന്നുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ ഈ വഞ്ചി വയൽ കോളനിക്ക് പോകുന്നത്. അവിടെയുള്ള ഈ ആദിവാസി സമൂഹത്തിന് അവരെ കാട്ടിൽ നിന്ന് കുരുമുളക്, അല്ലെങ്കിൽ തന്നെ തേക്കടിയിലെ കാട്ടിൽ നിന്ന് കുരുമുളക് ശേഖരിച്ച ഏലവും, കുരുമുളക് ഏലവുമാണ് അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ശേഖരിച്ച് നമ്മൾ കൊടുത്തിരുന്നത്. ഇത് പണ്ടത്തെ കച്ചവടക്കാർക്കായാലും ട്രേഡേഴ്സിനായാലും അറബികൾ തൊട്ട് ഇങ്ങോട്ട് വന്ന കച്ചവടക്കാർക്കൊക്കെ കൊടുത്തിരുന്നത്. പിന്നീട് അവരെ ആ ഭാഗത്തുള്ളവരെ മാത്രം ഈ പെപ്പർ കൾട്ടിവേഷൻ, കുരുമുളക് കൃഷിയിൽ അവരോട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ പ്രൊഡക്ട്സ്, അവരുടെ കുരുമുളക് എന്താണ് അവർ വളർത്തിയെടുക്കുന്നത് അത് ശേഖരിച്ച് അത് ഒരു ഫോറിൻ ബയറെ കിട്ടി അത് വിറ്റ് അങ്ങനെ കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ രീതി തുടരുകയാണ്. അപ്പോൾ അതൊരു 300 ഏക്കർ അത് എന്താണ് പെരിയാർ ടൈഗർ റിസർവിലെ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന കൃഷിഭവന്റെ കീഴിലാണ് ആ ഏരിയ വരെ. അവരും അതിനുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. 80 കുടുംബങ്ങളാണ് അവിടെ ഉള്ളത്. 500 ഏക്കർ സ്ഥലമാണ്. 8 സ്ഥലത്ത് ആയിട്ടാണ്, തുടർച്ചയായിട്ടല്ല കിടക്കുന്നത്. അത്രയും സ്ഥലത്ത് കുരുമുളക് മാത്രമല്ല, നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്രോപ്സും ഉണ്ട് അവിടെ. കാപ്പിയുണ്ട്, കവുങ്ങുണ്ട്, വാനിലയുണ്ട്, ബനാന ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, എല്ലാം കൂടെ കലർന്നാണ് നിൽക്കുന്നത്. കാടിന്റെ ഇടയിൽ തന്നെയാണിത്. അതിനകത്താണ് കുരുമുളക് ഇവര് വളർത്തുന്നത്. കഴിഞ്ഞ 50 വർഷമായിട്ട് രാസവളങ്ങളോ രാസകീടനാശിനികളോ അവര് ഉപയോഗിക്കുന്നില്ല. അധികവും ഇപ്പൊ കാലിട്ട് വളർത്തുന്നത് അവിടെയുള്ള മരങ്ങളിൽ വളർത്തുന്നുണ്ട്. പക്ഷെ അവരുടെ കൃഷിത്തോട്ടത്തില്, കാരണം അത്രയും സ്ഥലം അവർക്ക് കൃഷി ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അല്ലെങ്കിൽ ഫോറസ്ട്രീസ് മാത്രമാണ് അവിടെ നിന്നിരുന്നത്. ഇതിപ്പോ കൃഷി ചെയ്യാൻ കൊടുത്തോണ്ട് അവർക്ക് ആവശ്യമുള്ള വന്യമൃഗങ്ങൾ അധികം പ്രശ്നമുണ്ടാക്കാത്ത ചില വിളകളൊക്കെയാണ് അവർ ആദ്യം പരീക്ഷിച്ചത്. അതിലുണ്ട് അതിലും ഇത് ഇട്ട് നട്ടു താങ്ങുകാലം ഇട്ട് അവർ വളർത്തുന്നത് പുലിക്കും ശിവക്കൊന്നയാണ്, അല്ലെങ്കിൽ കവുങ്ങിലോ അല്ലെങ്കിൽ മറ്റ് കാട്ടിലെ വൃക്ഷങ്ങളിലോ ഒക്കെയാണ് കുരുമുളക് വളർത്തിയിരിക്കുന്നത്. തേവൻമുണ്ടി എന്ന് പറയുന്ന ഇനം, അത് കുമ്മളിയിലോ അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ ധാരാളമായിട്ട് ലോക്കലായിട്ട് വളരുന്ന ഒരു ഇനമാണ് ഈ തേവൻമുണ്ടി. നല്ല പച്ച നിറത്തിലുള്ള മണിയാണ് അത്. സാധാരണ രോഗകീടങ്ങളൊന്നും തന്നെ കാണാത്ത ഒരു ഇനമാണ്. അതാണ് വളർത്തുന്നത്. അത് പിക്കിളിങ്ങിന്, അതായത് നമ്മൾ അധികം ഉപയോഗിക്കാറില്ല, പച്ചക്ക് അച്ചാറുണ്ടാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ അതാണ് ഒരു പ്രത്യേകതയായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യകാലത്ത്, അതായത് ആദ്യത്തെ ഒരു 25 അല്ല, ഒരു 30 വർഷക്കാലം ഈ ഇത്രയും സ്ഥലത്ത് 500 ഏക്കർ സ്ഥലത്ത് കുരുമുളകില്
യാതൊന്നും ചെയ്തിട്ടില്ല. അവർ ഉണ്ടാകുന്നത് പറിച്ചെടുക്കുക അല്ലാതെ. അത്രയും ഫെർട്ടൈലായിട്ടുള്ള അത്രയും ബലഭൂഷിയുള്ള മണ്ണായിരുന്നു. അത് പറിച്ചെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പറിച്ചെടുത്ത് അവർ പച്ച കുരുമുളകായിട്ട് മെച്ചൂറായിട്ടുള്ള, അതായത് ഉണക്കാനായിട്ടല്ല, പച്ചക്ക് തന്നെ വിൽക്കാനായിട്ട് പച്ച കുരുമുളകായിട്ട് പറിച്ചെടുക്കുകയാണ് ചെയ്തിരുന്നത്. എന്തായാലും ഒരു 30 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ഈൽഡ് വിളവ് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മൾ കുറച്ച് പേരെയൊക്കെ അവർ പെരിയാറ്റ റിസർവാർഡ് വിളിച്ച് ഒരു മീറ്റിംഗൊക്കെ നടത്തി. നമ്മൾ പോകുമ്പോൾ ഈ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി സ്റ്റാറ്റസ് നല്ലോണം കുറവാണ്. പിന്നെ ചില ഡെഫിഷ്യൻസികളൊക്കെ കാണിക്കാൻ പറ്റും, കുറവുകളൊക്കെ കാണിക്കാൻ പറ്റും, ഒരു മഞ്ഞപ്പൊക്കെ വരാൻ പറ്റും. അപ്പോൾ ഈ മുമ്പ് പറയട്ടെ, ഇത് വാങ്ങുന്നത് ജർമ്മനിയിലേക്കാണ് ഇത് കയറ്റുമതി ചെയ്ത് പോകുന്നത്. അപ്പൊ അവര് എല്ലാ കൊല്ലവും ഇവിടെ വരും, ഈ സായിപ്പും വരും. പിന്നെ നമുക്ക് ഇവിടെ ഒരു സർട്ടിഫിക്കേഷൻ ഏജൻസി ഉണ്ട് കോട്ടയം ഭാഗത്ത്, തിരുവല്ലയിൽ, ലാക്കോൺ എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ റീജിയണൽ ഓഫീസിൽ നിന്നുള്ള ആൾക്കാരും ചെല്ലും. കാരണം അതിൽ അവർക്ക് രാസവളങ്ങളോ കീടനാശിനികളോ ഇല്ലാതെ ഉറപ്പുവരുത്താനാണ്. അങ്ങനെ ഈ ബയർ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം ജർമ്മനിയിലെ പ്രചാരമുള്ള ഒരു ഓർഗാനിക് ഫാമിംഗ് കൃഷി രീതിയുണ്ട്, ബയോഡൈനമിക് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ ആർക്കെങ്കിലും അത് പരിചയമുള്ളതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ണൂര് വാനിലയിൽ പണ്ട് ഒരുപാട് പേര് അത് ചെയ്തിരുന്നു, ബയോഡൈനമിക് ഫാമിംഗ്, വാനില കൃഷി പ്രചാരത്തിൽ വന്ന സമയത്ത്. അപ്പൊ ഈ ബയോഡൈനമിക് ഫാമിംഗ് എന്ന് പറഞ്ഞാല് അതോ പറയാൻ നമുക്ക് ഒരു പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. എന്തായാലും ചന്ദ്രന്റെ നമ്മുടെ രാശിവേലകൾ അനുസരിച്ച് നമ്മുടെ സൂര്യന്റെ മൂവ്മെന്റ് അനുസരിച്ചാണല്ലോ നമ്മുടെ കലണ്ടറൊക്കെ. ഇത് ചന്ദ്രന്റെ മറ്റു പ്ലാനറ്റ്സിന്റെ മൂവ്മെന്റ് വെച്ചിട്ട് ഉള്ള ചില പ്രത്യേക പ്ലാന്റിങ് ടൈം, ചില പ്ലാന്റിങ് പ്രിപ്പറേഷൻസ്, ബീഡി പ്രിപ്പറേഷൻസ് എന്ന് പറയുക. അങ്ങനെയാണ് ചില പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന പശുവിന്റെ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ്. അതൊരു ഓർഗാനിക് രീതിയാണ്, അംഗീകരിച്ചിട്ടുള്ള ഒരു കൃഷി രീതിയാണ്. അതിന് സർട്ടിഫിക്കേഷൻ ഉണ്ട്, അതിനൊരു ലോഗോ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇവിടെ നമുക്ക് ബയോഡൈനമിക് ഫാമിംഗ് ചെയ്യാം, അവരതിന് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ അടുത്ത സെക്കൻഡ് ഫേസിൽ ഇപ്പൊ അത് തുടരുന്നത്, ഇപ്പൊ വരെ ബയോഡൈനമിക് ഫാമിംഗ് ആണ് അവര് ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ച് ഇൻപുട്സ് അല്ലെ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്താലേ ഇതിന് നല്ല വിളവ് കിട്ടുന്നുള്ള ഒരു രീതി വന്നപ്പോ ഇതാണ് ഈ പ്രത്യേക വെറൈറ്റി. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് സാധാരണ കുരുമുളക് പോലെ തന്നെയാണ്, പക്ഷെ ഇത് ഉപ്പുവെള്ളത്തിൽ ഇട്ടാല് ഇതിന് പച്ചയും നീലയും കലർന്ന ഒരു നിറം വരും. ആ കളർ നല്ല ഭംഗിയാണ്. അപ്പൊ ഇത് തിരിയോടെയാണ്, മൂത്ത കുരുമുളക് തിരിയോടെയാണ് ഉപ്പിലിടുന്നത്. പെപ്പറിൻ ഡ്രൈന്നാണ് അവര് പറയുന്ന പേര്. അതിടുമ്പോ ഈ പച്ചയും നീലയും കലർന്ന ഒരു പ്രത്യേക കളറ് അതിന് വരും. ആ ഒരു അട്രാക്ഷന് വേണ്ടി മാത്രമാണ് ഈ വെറൈറ്റി പോകുന്നത്. അപ്പൊ പച്ചക്കാണ്, അപ്പൊ ഉണക്കേണ്ട പ്രശ്നമില്ല, വേറെ ഒന്നുമില്ല. പച്ച മൂത്ത് കഴിയുമ്പോൾ കുരുമുളക് പറിച്ചെടുത്ത് അവര് വാങ്ങിക്കുകയാണ് ഗ്രീൻ പെപ്പർ. അപ്പോൾ ഈ പീരിയോഡിക് ഇൻസ്പെക്ഷൻ ഉണ്ട്. വാങ്ങുന്ന ആള് റെപ്രസെന്റ് ചെയ്ത ഒരാൾ വരും ജർമ്മനിയിൽ നിന്ന്, ഇവിടുത്തെ സർട്ടിഫൈങ് ഏജൻസി നോക്കും. അങ്ങനെ ഇപ്പൊ അത് പോകും. ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആണ്, ലാക്കോൺ എന്ന് പറയുന്ന കമ്പനിയാണ് അത് സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത്. മാർക്കറ്റ് വിലയിൽ നിന്ന് നല്ല കൂടിയൊരു വില കൊടുത്താണ് അവര് ഓരോ വർഷവും ഇത് പ്രൊക്യൂർ ചെയ്ത് പോകുന്നത്. ഇപ്പൊ പക്ഷെ കുറച്ച് പേരൊക്കെ അതിൽ നിന്നൊക്കെ വിട്ട്, കാരണം ആ പ്രത്യേക ആ സ്ഥലത്ത് ഉന്നതി എന്നാണ് ഇപ്പൊ പറയുന്നത്. ട്രൈബൽ സെറ്റിൽമെന്റിലൊക്കെ ഒരുപാട് കുട്ടികൾ, ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളൊക്കെ നല്ലപോലെ വിദ്യാഭ്യാസമൊക്കെ നേടി അവരെല്ലാം ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് പേരൊക്കെ ഇവർക്ക് കൊടുക്കാതെ പല കുറെ ഉണക്കി കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട്. എങ്കിലും കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ ഓർഗാനിക് പ്രോഡക്റ്റ് കേരളത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. അതൊരു ഫുൾ സപ്പോർട്ട് പെരിയാർ ടൈഗർ റിസർവ് നൽകുന്നുണ്ട്. കാരണം ഇതില് അനധികൃതമായിട്ട് വേറെ കച്ചവടക്കാർ വന്ന് വെള്ളയിൽ കൂടുതൽ വില കൊടുത്ത് വാങ്ങാനോ അല്ലെങ്കിൽ അത്തരം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ നടക്കുക. ഇത്രയും വർഷമൊക്കെ ഇത് ഒരു സ്ഥലത്തേക്ക് കയറ്റുമതി ചെയ്യാനൊന്നും നമ്മുടെ നാട്ടിൽ അതിന് സമയത്തില്ല. അപ്പൊ വില കൂടുതൽ ആരെങ്കിലും ഓഫർ ചെയ്യും, പിന്നെ അതിൽ നിന്ന് പിന്മാറും. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും കാര്യമായിട്ടില്ല, ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഇതിപ്പോഴും തുടർന്ന് പോവുകയാണ്. അപ്പൊ അതില് നമ്മൾ കണ്ടിപ്പോഴും ഇപ്പൊ അവര് കുരുമുളക് മാത്രമല്ല, അപ്പൊ ആ ബയർ ഇപ്പൊ അവര് എന്ത് സ്പൈസസും എടുക്കാൻ തയ്യാറാണ്.
നമുക്ക് അറിയാലോ, കോവിഡ് കാലം 2020 ശേഷം സ്പൈസസിന്റെ ഡിമാൻഡ് കൂടിയിരിക്കുകയാണ് കൂടുതൽ. ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ അന്നും കുരുമുളകാണല്ലോ, കുരുമുളകും മഞ്ഞളുമാണ് ഏറ്റവും കൂടുതൽ വന്നത്. അപ്പൊ ഇപ്പൊ അവിടുത്തെ നാടൻ മഞ്ഞള്, ട്രഡീഷണൽ മഞ്ഞളും അവര് വളർത്തുന്നുണ്ട്. ആ മഞ്ഞൾ എന്നിട്ട് നമ്മൾ ചെയ്ത പോലെ, നമ്മൾ അധികം പേര് ചെയ്ത പോലെ പുളി ഉണക്കിയിട്ടല്ല, പച്ചക്ക് തന്നെ അരിഞ്ഞുണക്കി പൊടിയാക്കിയിട്ട് അതും ഓർഗാനിക്കായിട്ട് പോകുന്നുണ്ട്. പിന്നെ വാനില, അപ്പൊ എന്തവർ വളർത്തിയാലും ഇപ്പൊ എടുക്കാനായിട്ട് ആളുണ്ട്. അപ്പൊ അത് ഒരു എക്സാമ്പിൾ, നമുക്കത് പോയി കണ്ടാലും നമുക്ക് വിശ്വസിക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, പക്ഷെ ഒരു ഫാമിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബയോഡൈനമിക് ഫാമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ അവർക്ക് വന്നു. ഇപ്പോഴും അത് ഉണ്ട്. കാരണം ഈ ബയോഡൈനമിക് ഫാമിംഗ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചില പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് പശുക്കളെ വളർത്താൻ പാടില്ല PTR-ന്റെ നിയമപ്രകാരം. പക്ഷെ ഈ ബയർ അല്ലെങ്കിൽ ഈ ആള് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ ആദ്യമായിട്ട് 10 വെച്ചൂർ പശുവിനെയാണ് അവർക്ക് വാങ്ങിക്കൊടുത്തത്. 10 വെച്ചൂർ പശുവിനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനോട് കൂടിയിട്ട് ഇവരകത്ത് കൊണ്ടുപോയി. വെച്ചൂർ പശുക്കളെ വളർത്തിയിട്ടുണ്ടോ അറിയാം. അങ്ങനെ കെട്ടിയിട്ട് വളർത്താനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. അങ്ങനെ തുള്ളി ചാടി അത് പോയി. എന്തായാലും 2 മാസത്തിനകം 10-8 എണ്ണത്തിനെയും കണ്ടുപിടിച്ചു. അപ്പോ അങ്ങനെയാണ്. അപ്പൊ അവർക്ക് പശുവിനെ വളർത്താൻ അവിടെ സാധ്യമല്ലാതെ. അപ്പൊ ഇപ്പോ ഓർഗാനിക് എന്താണ് നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും ഒക്കെ എടുക്കാനായിട്ട് വേറെ പുറത്തുനിന്ന് സപ്ലൈ ചെയ്യണം. അപ്പൊ അതിന് വീണ്ടും പ്രശ്നങ്ങൾ, അതില് മിക്സർ വരും, അതിൽ കലപ്പ് വരും, അതിൽ വില കൂട്ടും, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എങ്കിലും ഇപ്പോഴും ഇഫക്റ്റീവായിട്ട് പോകും. ഇത് ഞാൻ ഇടുക്കിയിലെ ഒരു കാര്യം പറയാണ്. ഇടുക്കിയിൽ ഒരുപാട് ഈ കോൺട്രാക്ട്, ചില ഏജൻസീസ് നടത്തുന്ന കോൺട്രാക്ട് ഫാമിംഗ് കുരുമുളകിൽ ഉണ്ട്. ഒരുപാട് ഫാംസ് ഉണ്ട്. വയനാട്ടിലാണെങ്കിൽ ഒരുപാടുണ്ട്. വയനാട് പല തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ ഏജൻസീസ് ഉള്ള സ്ഥലമാണ് വയനാട്. അതിപ്പോ ഓർഗാനിക് ആവണമെന്നില്ല, ഫെയർ ട്രേഡ് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക, ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ ഇന്റർനാഷണൽ ഏജൻസീസ് ഒക്കെ പല നിബന്ധനകളാണ് വയ്ക്കുക. ചിലർ പറയും ഇക്കോളജിക്ക് കുറ്റം വരാതെ ചെയ്യുന്ന ഫാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള മരങ്ങൾക്ക് ദോഷം വരാതെ ചെയ്യുന്ന ഫാമിംഗ് ആണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, ഞങ്ങൾ അധികം വില കൊടുക്കും. ചില ഏജൻസികൾ പറയും നിങ്ങളുടെ ഫാമിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ കൊടുക്കുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സൗകര്യങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ടതാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യാം, നിങ്ങളുടെ സാധനം കൂടുതൽ വിലയ്ക്ക് വാങ്ങിക്കാം. ഇതേ ചില ഏജൻസികളുണ്ട് ഫെയർ ട്രേഡ് എന്നൊക്കെ പറഞ്ഞത്. അതായത് കച്ചവടം നടത്തുമ്പോൾ ഉള്ള മര്യാദകൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ, അതായത് ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനം നിങ്ങൾ കച്ചവടം ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾ ആ കർഷകന് കൈമാറുന്നുണ്ടെങ്കിൽ അത്തരം ഉൽപ്പന്നം ഞങ്ങൾ എടുക്കാം. അതാണ് ഫെയർ ട്രേഡ് അലയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ പല ഏജൻസികൾക്ക് പല നിബന്ധനകളാണ്. അതനുസരിച്ച് അത്തരം ഏറ്റവും കൂടുതൽ ഏജൻസികൾ ഇപ്പോൾ ഉള്ളത് വയനാടാണ്. ഇടുക്കിയേക്കാൾ കൂടുതൽ വയനാടാണ് ഉള്ളത്. അപ്പൊ നമ്പർ ഓഫ് ഓർഗാനിക് ഫാമേഴ്സ് ഒരു 8000-ന്റെ അടുത്താണ് വയനാട് ഉള്ളത്. ഏരിയ സർട്ടിഫൈഡ് ആൻഡ് ഓർഗാനിക് ഫാമിംഗ് 1193. ഇതൊന്നും അത്ര കൃത്യമാവുന്നില്ല, ഇതൊക്കെ പലതിൽ നമ്മൾ എടുക്കുന്നതാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒരു മനസ്സിലാവാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. പിന്നെ കൺവേർഷൻ, ഓർഗാനിക് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. പിന്നെ അത് ക്രോപ്സ് ഉള്ളത് ഇപ്പോൾ എല്ലാം ഓർഗാനിക് രീതിയിൽ നമുക്ക് ഒറ്റ ക്രോപ്പായിട്ട് നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം ഓർഗാനിക് ഫാമിങ്ങിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ മിക്സഡ് ഫാമിംഗ് ആണ്. പല വിളകള് ഒരുമിച്ച് വളർത്തുക എന്നുള്ളതാണ്. പ്രധാനമായിട്ട് കാപ്പി, പെപ്പർ, കാഡമം, കരയാമ്പൂ, കോക്കനട്ട്, അരിക്കനട്ട്, ബനാന, ജിഞ്ചർ, ടർമറിക്, വാനില, സിന്നമൺ. സർട്ടിഫൈങ് ഏജൻസീസ് ആണെങ്കിൽ IMO, ഇൻഡോസെർട്ട്. ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് ഇവരുടെയൊക്കെ കയ്യിൽ കണക്കുകളുണ്ട്, ഏതൊക്കെ ഗ്രൂപ്പിന്റെ കയ്യിൽ എത്രയൊക്കെ ഉണ്ടെന്ന്. അതില് ഓർഗാനിക് പെപ്പർ ആണെങ്കിൽ 77% കൃഷിക്കാർ ഏകദേശം ഈ ഓർഗാനിക് ഇൻപുട്സ് മാത്രം, ജൈവ രീതിയിലുള്ള വളങ്ങൾ മാത്രം ഇട്ട് കൃഷി ചെയ്തവരാണെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്.
ദാറ്റ് ഈസ് മോസ്റ്റ്ലി ഫോർ എക്സ്പോർട്ട്. കയറ്റുമതി ചെയ്യാനായിട്ട് വയനാട് നിന്നാണ് കയറ്റുമതി കൂടുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു കഴിഞ്ഞ 2 വർഷത്തെ കണക്ക് എനിക്ക് അത്ര നിശ്ചയമില്ല. പിന്നെ 1-2 ഫാമേഴ്സിന്റെ അടുത്ത് പോയപ്പോൾ എടുത്ത പഠനങ്ങളാണ്. പുൽപ്പള്ളിയിലുള്ളൊരു ഫാമാണിത്. ഇവിടെ 13 വർഷമായിട്ട് അവര് ഫുള്ളി ഓർഗാനിക്കാണ്. മിക്ക കോഫി, ബാക്കി ഫോറസ്ട്രീസും പെപ്പറും കൂടിയാണ് വളർത്തുന്നത്. ഈ വെറൈറ്റി ട്രഡീഷണൽ വെറൈറ്റീസ് ആണ്. അതായത് വയനാടൻ പെപ്പർ അല്ലെങ്കിൽ വയനാടൻ കുരുമുളകിന് അല്ലെങ്കിൽ വയനാടൻ മഞ്ഞള് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഇനങ്ങൾ പണ്ടേ നമ്മുടെ ട്രേഡില് കച്ചവടത്തില് സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ്. വയനാടൻ മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇതൊരു വെറൈറ്റി അങ്ങനെ കണ്ടെത്താനായിട്ട് പ്രയാസമാണ് പോയി കഴിഞ്ഞാല്. അതുപോലെ വയനാടൻ കുരുമുളക് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പോയി കഴിഞ്ഞാല് വയനാടൻ എല്ലാ കുരുമുളകും വയനാടൻ കുരുമുളകായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ എന്നാലും ഇതുപോലെ വലിയ ഇലയുള്ള വലിയ ബെറീസ് ഉള്ള പക്ഷെ ചെറിയ തിരിയുള്ള ഇനങ്ങളാണ് ഈ ഇദ്ദേഹത്തിന്റെ പ്ലോട്ടിൽ നമ്മൾ കണ്ടത്. സ്പെഷ്യൽ മാർക്കറ്റാണ്. തലശ്ശേരി ഗോൾഡ് എന്ന് പറഞ്ഞിട്ടാണ് അത് പണ്ടുണ്ടായിരുന്നത്. നമുക്ക് കുരുമുളകിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രേഡാണ് തെല്ലിശ്ശേരി ഗോൾഡ് എന്ന് പറഞ്ഞിട്ട്. ആ തലശ്ശേരി ഗോൾഡ് ആയിട്ടാണ് ഇപ്പോഴും അത് മാർക്കറ്റ് ചെയ്യുന്നത്. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ജൈവ കുരുമുളകില് ജൈവ ഏലത്തിനൊക്കെ സ്പെഷ്യൽ മാർക്കറ്റുകളാണ്. എല്ലായിടത്തേക്കും ഉപയോഗിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വഞ്ചിവാലി പെപ്പർ അത് പോകുന്നത് ജർമ്മനിയിലേക്ക് പിക്ലിങ്ങിനാണ്. ഒരൊറ്റ പർപ്പസേ അതിനുള്ളൂ. അതുപോലെയാണ് ഈ തലശ്ശേരി ഗോൾഡ് പോകുന്നത്. പിന്നെ കല്ലുവള്ളി എന്ന് പറയുന്ന ഇനമാണ് അദ്ദേഹം വളർത്തുന്നത്. അത് ലോങ് സ്പൈസ് ആണ്. എത്ര ചൂട് വന്നാലും അല്ലെങ്കിൽ എത്ര വെള്ളം ഇല്ലാണ്ട് വന്നാലും പിടിച്ചു നിൽക്കുന്ന ഒരു ഇനമാണ്. ഇതാണ് ചെയ്യുന്നത്. ഹെവി ആയിട്ട് പൊതയിട്ട് കൊടുക്കും. നല്ലപോലെ പൊതയിട്ട് കൊടുക്കും. ഓർഗാനിക് മെനുവസ് കാലിവളം ചേർത്ത് കൊടുക്കും. പിന്നെ കഷ്ണം ചേർത്തേക്കും. ഇത്രയാണ് അവര് വളമായിട്ട് ചേർക്കുന്നത്. വേറെ ഇന്നത്തെ പോലെയുള്ള ഇന്ന് നമുക്ക് കുറെ കൂടി ഇൻപുട്സ് ഉണ്ട്. ജീവാണു വളങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ആദ്യം അദ്ദേഹം ചേർത്തിരുന്നില്ല. പിന്നെ ശിവകൊന്നയിലാണ് ഇപ്പൊ എല്ലാവരും മാറ്റിയിട്ട് ഇട്ട് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ബാക്കി വനവൃക്ഷങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള പെസ്റ്റിസൈഡ്സും ഇതിൽ അടിക്കുന്നില്ല. ആ കാര്യത്തിൽ എല്ലാം കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒന്നും തന്നെ അടിക്കുന്നില്ല. അപ്പൊ അവര് മാനുവൽ ഹാർവസ്റ്റിംഗ് ആണ് എല്ലാവരും. ഇതൊക്കെ ശിവകൊന്നയാണ് ഇതൊക്കെ. എക്സ്പോർട്ട് ത്രൂ ഫെയർ ട്രേഡ് അലയൻസ് കേരള. അതാണ് പ്രധാനമായിട്ട്. അതിന് 3500 മെമ്പേഴ്സ് അവർക്ക് ഉണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അതിൽ കണ്ണൂരും ഉണ്ട്, കാസർഗോഡ്, കോഴിക്കോടും ഉണ്ട്. വയനാട് കൂടാതെ ഇവർക്ക് ഉള്ള ആൾക്കാര് അതില് 370 ഓർഗാനിക് സൈസ് ഒരു സെല്ലുകളായിട്ടാണ് കണക്കാക്കുന്നത്. അതിലെ ഗ്രൂപ്പായിട്ട് സർട്ടിഫിക്കേഷൻ, ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റി, ഗ്രൂപ്പായിട്ട് കളക്ഷൻ, അങ്ങനെയാണ് അത് പോകുന്നത്. അതിൽ പ്രധാനമായിട്ട് യൂറോപ്പും USA-യുമാണ് നമ്മുടെ ഓർഗാനിക് സ്പൈസസിന്റെ, ഇന്ത്യൻ ഓർഗാനിക് സ്പൈസസിന്റെ ഏറ്റവും നല്ല മാർക്കറ്റ്. എക്സ്പോർട്ടിന് പോവുകയാണെങ്കിൽ യൂറോപ്പും USA ആണ്. ഫെയർ ട്രേഡ് അലയൻസ് അധികം പോകുന്നത് യൂറോപ്പിലേക്കാണ്. ആസ് ബ്ലാക്ക് പെപ്പർ ആൻഡ് വൈറ്റ് പെപ്പർ, വെള്ള കുരുമുളകും കറുത്ത കുരുമുളകുമായിട്ട് പോകുന്നത്. പിന്നെ ഒരു മത്തായി എന്ന് പറയുന്ന ആളുടെ, ഇത് പുൽപ്പള്ളി പാടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹത്തിന് കുറേ കൂടെ ക്രോപ്സ് ഉണ്ട്, ഒരുപാട് ക്രോപ്സ്. ക്രോപ്പ് തന്നെയാണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അരക്കരക്ക, വെനില, കോഫി, ജിഞ്ചർ. ഈ വെനില ഇപ്പോ ഇല്ല കേട്ടോ. വെനില 1-2 ചെടികളേ ഉള്ളൂ. ഒരു കമേഴ്ഷ്യലായിട്ട് വെനില ഇവരുടെ 2 പേരുടെയും തോട്ടത്തിൽ ഇപ്പോ ഇല്ല. ഒരുപാട്. അപ്പൊ ഈ ഫെയർ ട്രേഡ് അലയൻസുകാര് ഇവരുടെ എല്ലാം എടുക്കും. പപ്പായ എടുക്കും, ഓൾ സ്പൈസസ്, സുഗന്ധിയുടെ ബെറീസ് എടുക്കും, കുരുമുളക് എടുക്കും. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫാമിൽ ഉണ്ടാവുന്ന ഓർഗാനിക് ആണെങ്കിൽ അതിലെ എല്ലാ പ്രോഡക്ട്സും അവരെടുത്തോളും. കരിമുണ്ടയാണ് പ്രധാനമായിട്ടും നോക്കിക്കഴിഞ്ഞാല് ബെസ്റ്റ് പെർഫോമറായിട്ട് അദ്ദേഹം പറയുന്നത്. കരിമുണ്ട എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പിന്നെ മുട്ടിയാർ മുണ്ടി, ഇതൊന്നും ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചയം ഉണ്ടാവും. മുട്ടിയാർ മുണ്ടി എന്ന് പറയുന്ന വെറൈറ്റി അത് ടോളറന്റ് ആണെന്നാണ് പറയുന്നത്. ബാലൻകൊട്ട അത് കുറെ കൂടെ കോമൺ ആയിട്ടുള്ളതാണ്. വയനാട് അത് ഞാൻ പറഞ്ഞല്ലോ.
എന്താ ഇത് അറിയാലോ, ഏർലി ഹാർവസ്റ്റ്. അതെ അതെ, അറക്കുളം ഉണ്ടാകാതെ പറയില്ല. അങ്ങനെയുള്ള ഒരുപാട് ലോക്കൽ വെറൈറ്റീസ് ഉണ്ട് അവിടെ വളർത്തുന്നുണ്ട്. പിന്നെ പന്നിയൂർ വെണ്ണും ഉണ്ട്. നമ്മൾ വിചാരിക്കും ഹൈലി വെറൈറ്റീസ് പൊതുവെ അങ്ങനെ ഓർഗാനിക് ഫാമിംഗ് പെപ്പറിൽ തുടങ്ങിയ കാലത്ത് എല്ലാവരും പറയുന്നു ഹൈലി വെറൈറ്റീസ് ഓർഗാനിക് ഫാമിംഗിന് യോജിച്ചതല്ലായിരിക്കാം, ഏറ്റവും സ്യൂട്ടബിൾ ഒന്നും ആയിരിക്കില്ല. പക്ഷെ ഇന്ന് പന്നിയൂർ ഓർഗാനിക് രീതിയിൽ വളർത്തുന്ന ഒരുപാട് കൃഷിക്കാർ കേരളത്തിലുണ്ട്, പന്നിയൂർ വെറൈറ്റീസ്. പിന്നെ സപ്പോർട്ടൈസ് ഇതുപോലെ ശീമക്കൊന്നയാണ്, ചിലത് അടുത്ത് കാണിച്ചു തരാം. മുരിങ്ങയില് വളർത്തുന്നുണ്ട്. ഇത് ഞാൻ കണ്ടിട്ടുള്ളത് വയനാട് മാത്രമാണ് മുരിങ്ങയില് കുരുമുളക് വളർത്തുന്നത്. പിന്നെ റബ്ബർ ബൻസില് വളർത്തുന്ന, റബ്ബറിന്റെ ഷെയ്ഡ് നല്ലപോലെ വെട്ടിക്കളഞ്ഞിട്ട് റബ്ബറിൽ വളർത്തുന്ന കുരുമുളകാണിത്. റബ്ബർ എന്നിട്ട് താഴെ വെച്ച് ടാപ്പ് ചെയ്തിരിക്കുകയാണ്, കുറച്ചുകൂടെ താഴ്ത്തി ടാപ്പ് ചെയ്തിരിക്കുക. അപ്പൊ അവർ പറയുന്നത് അവർക്ക് ഷീറ്റും കിട്ടും, 10 ഷീറ്റും കിട്ടും, ബാക്കി കുരുമുളകും കിട്ടും എന്നാണ്. അപ്പൊ റബ്ബറിന് വിചാരിച്ചത്ര ഈൽഡ് വയനാട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വേറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ ഇത് ത്രഷർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇത് ത്രഷ് ചെയ്തെടുക്കുന്നത് സർട്ടിഫൈഡ് ഓർഗാനിക് ഫാംസ് ആണ്. എല്ലാ ഫാം റെക്കോർഡ്സും സർട്ടിഫിക്കറ്റ്സും ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെപ്പർ, സ്കാൽ ഇന്റർനാഷണൽ, സെൻട്രൽ അലയൻസ്, സ്കാൽ ഇന്റർനാഷണൽ, 2 സർട്ടിഫൈഡ് ഏജൻസീസ് ആണ് അവിടെ ഉള്ളത്. അപ്പോ ഈ 2 വയനാട്ടിലെ മെഡിക്കൽ കാര്യമാണ് ഞാൻ പറയുന്നത്. വേറെ ഒരുപാടുണ്ട്. അങ്ങനെ ഞാൻ ജനറൽ ആയിട്ട് ഇത്രയും പറയുകയാണ്. അതായത് ഇതിന്റെ സാധ്യത മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ അത്ര വിശദമായിട്ട് പറയുന്നില്ല. കാരണം ഓരോരുത്തരും ഓരോ രീതികളാണ് അവലംബിക്കുന്നത്. അത് നിങ്ങൾ കേട്ട് കാണുമല്ലോ, സീറോ ബജറ്റ് ഫാമിംഗ്. സുഭാഷ് പലേക്കർ എന്ന് പറയുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫാമിംഗ് രീതിയാണ്. ജീവാമൃതം, പഞ്ചാമൃതം എന്നൊക്കെ പറഞ്ഞിട്ട്, സോറി നോട്ട് പഞ്ചഗവ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രിപ്പറേഷൻസ് അതിലുണ്ട്. അതിനും ഈ നാടൻ ദേശി കൗവിന്റെ പ്രോഡക്ട്സ് ആണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ബയോഡൈനമിക് ഫാമിംഗ് ഉണ്ട് ജർമ്മനിയിലെ.